നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആദ്യം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും മോഡൽ സൗമ്യയും ചോദ്യം ചെയ്യലിന് ഹാജരായി. ആലപ്പുഴ എക്സൈസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കേസിൽ പങ്കുണ്ടെന്ന് കണ്ടാൽ താരങ്ങളെയും പ്രതി ചേർക്കും. ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിനും സാധ്യതയുണ്ട്. ശരണ്യ സ്നേഹജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരണ്യ, എപ്പോഴാണ് ഇവർ ഹാജരായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, 7:40 ഷൈൻ ടോം ചാക്കോ ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിൽ എത്തിയത്. അഭിഭാഷകനുമായാണ് ഷൈൻ ആദ്യം എത്തുന്നത്. 10 മണിയോടുകൂടി ഇവർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നതെങ്കിൽ പോലും അതിരാവിലെ തന്നെ ഇവർ 3 പേരും എത്തി എന്നുള്ളതാണ്. 7:40 ഷൈൻ എത്തി. ഒപ്പം തന്നെ 8:30 ശ്രീനാഥ് ഭാസിയും ഇപ്പോൾ അല്പസമയം മുമ്പാണ് മോഡലിംഗ് രംഗത്തുള്ള സൗമ്യയും ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനായി എത്തിയത്. 3 പേർക്കായിരുന്നു എക്സൈസ് ഇന്ന് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകിയത്. ഇവരെ കൂടാതെ നിർമ്മാതാവായ ജോഷി, ഒപ്പം തന്നെ ബിഗ് ബോസ് താരമായ ജിൻഡോ, ഈ ജിൻഡോ സിനിമാ നടന്മാരുടെ ചലച്ചിത്ര താരങ്ങളുടെ ട്രെയിനർ കൂടിയാണ്, ജിം ട്രെയിനർ കൂടിയാണ്. ഇയാൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നാളെ ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ 5 പേർക്കാണ് ആലപ്പുഴയിലെ വൻ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രധാനപ്പെട്ട സിനിമ ടെലിവിഷൻ രംഗത്തുള്ള ആളുകൾക്ക് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നോട്ടീസ് നൽകിയത്. ഏപ്രിൽ 1 ആണ് ഇത്തരത്തിൽ ലഹരിയുമായി ഓമനപ്പുഴ ഒരു റിസോർട്ടിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടുന്നത്. 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് അന്ന് പിടിച്ചത്. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തസ്ലീമ സുൽത്താന, ഒപ്പം തന്നെ സുൽത്താൻ അക്ബർ അലി, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസ്, ഈ 3 പേരുമായി കഴിഞ്ഞ ദിവസം അവരെ കസ്റ്റഡിയിൽ എക്സൈസ് വാങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നോട്ടീസിലേക്ക് പോയിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ, അതായത് ഈ സംഭവങ്ങൾ ഈ എക്സൈസ് സംഘത്തിന്റെ വലയിലേക്ക് ഇവർ എത്തുന്നത് മുതലുള്ള വിശദാംശങ്ങൾ സംഘത്തോടൊപ്പം, അന്വേഷണ സംഘത്തോടൊപ്പം അവരുടെ നീക്കങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ന്യൂസ് 18നോട് ഇവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതായത് അന്നത്തെ ഇവരെ ക്യാച്ച് ചെയ്ത നർക്കോട്ടിക് CI, സ്ക്വാഡ് CI മഹേഷ് സിനിമാ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വൻ ലഹരിവേട്ടയെ സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിൽ സിനിമാ താരങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായി ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെടെയുള്ള പ്രമുഖരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എക്സൈസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് തസ്ലീമ തുടക്കം മുതൽ തന്നെ നമ്മളുടെ സാന്നിധ്യത്തിൽ പോലും അവർ വ്യക്തമാക്കിയിരുന്നു അവർക്ക് ചലച്ചിത്ര താരങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു. വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് അത്തരം ബന്ധങ്ങളെ സംബന്ധിച്ച്, അവർ ഫോൺ രേഖകളെ സംബന്ധിച്ചും അന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായ അശോക് കുമാറിന് മുന്നിൽ അവർ അത്തരം കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അവർ പറഞ്ഞ മൊഴികൾ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നർക്കോട്ടിക് സ്ക്വാഡ് CIയിൽ നിന്നും പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥനായ അശോക് കുമാറിലേക്ക് ഈ കേസ് മാറുകയായിരുന്നു. ഏകദേശം, അതായത് ഈ കേസിൽ പ്രതികൾ പിടിയിലായി ഏകദേശം 1 മാസത്തോളത്തിന് ശേഷമാണ് എക്സൈസ് ഈ ചലച്ചിത്ര താരങ്ങളെ ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചത് എന്നുള്ളതാണ്. അതായത് ഈ സാധാരണ ഗതിയിൽ വെറുതെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കാതെ ഇത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ തേടിയതിനു ശേഷം അതിൽ ഒരു ഉറപ്പ് വരുത്തിയതിനു ശേഷം, പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ കൂടിയായി ഇവരെ വിളിച്ചു വരുത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. എന്തായാലും പ്രതികളെ കസ്റ്റഡിയിൽ കൂടി ലഭിച്ചതിന് ശേഷം അക്കാര്യങ്ങൾ ഒരു സ്ഥിരീകരണത്തിലേക്ക് അവർ എത്തിയാണ്. അതിലൊരു വ്യക്തത കൂടി വരുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചത്. അത്തരത്തിൽ പാകതയോടുകൂടി തന്നെയാണ് എക്സൈസ് ഈ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓരോ ഘട്ടത്തിലും ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിൽ നടന്ന ക്യാച്ചുമായി ബന്ധപ്പെട്ട്, അതായത് സിനിമാ രംഗത്തുള്ള ചലച്ചിത്ര സംവിധായകർ ഉൾപ്പെടെയുള്ള ആളുകൾ പിടിക്കപ്പെട്ട ആ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇവിടുത്തെ ഇൻഫർമേഷൻ, അതായത് ആലപ്പുഴയിൽ നിന്നും ഈ ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഇൻഫർമേഷൻ ആയിരുന്നു മറൈൻ ഡ്രൈവിലെ ആ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്നുള്ളതാണ്. അതായത് ഇതെല്ലാം കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ആലപ്പുഴയിലെ എക്സൈസ് സംഘമാണ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ആ 506 എന്ന ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന ഉണ്ട് എന്നുള്ള വിവരം എറണാകുളം എക്സൈസിന് കൈമാറുന്നത്. തുടർന്നാണ് അവിടെ നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ 2 പേർ പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. പ്രമുഖ സിനിമാ സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ കേസാണ്. അത് അത്തരത്തിൽ കണക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ തുടർച്ചയായി എറണാകുളത്ത് ഉൾപ്പെടെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ കേസിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും തേടേണ്ടതായുണ്ട്. ഒരു കസ്റ്റഡിയിലെടുത്ത സുൽത്താനെയും തസ്ലീമയും ചോദ്യം ചെയ്ത ഘട്ടത്തിൽ തസ്ലീമ കൃത്യമായ കാര്യങ്ങൾ എക്സൈസിനോട് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും സുൽത്താൻ അത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ പലതും കളവാണെന്നുള്ള ഒരു
വിലയിരുത്തലിലാണ് എക്സൈസ് സംഘം മുന്നോട്ട് പോകുന്നത്. പക്ഷേ തസ്ലീമ ഇവരുമായുള്ള ലഹരി ഇടപാടുകൾ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷൈൻ ടോം ചാക്കോയുമായുള്ള ഇടപാടുകളല്ല, മറിച്ച് ശ്രീനാഥ് ഭാസിയുമായുള്ള ഇടപാടുകളാണ് എക്സൈസിന് കൂടുതൽ സ്ഥിരീകരിക്കാൻ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഹൈബ്രിഡ് കഞ്ചാവ് ആവശ്യപ്പെട്ട ലഹരി വസ്തുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീനാഥ് ഭാസി തസ്ലീമ സുൽത്താനയുമായി നടത്തിയ ചാറ്റുകളും അതിൽ പണമിടപാടുകൾ നടത്തിയത് ഉൾപ്പെടെയുള്ള തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായിരിക്കണം ഒരുപക്ഷെ ശ്രീനാഥ് ഭാസി ഈ കേസിൽ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങളിലൂടെ ഇവർക്ക് നോട്ടീസ് നൽകുമെന്നുള്ള വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി മൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ശ്രീനാഥ് ഭാസി എത്തി അദ്ദേഹം പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിക്കട്ടെ എന്നാണ്. പക്ഷേ തസ്ലീമ ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കിയത് തനിക്ക് തസ്ലീമയെ അറിയുമോ എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അയാൾ മൗനം പാലിക്കുക മാത്രമാണ് ഉണ്ടായത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഷൈൻ എത്തിയത് എന്നുള്ളതാണ്. എല്ലാവരും, അതായത് 3 പേരും എത്തിയിരിക്കുന്നത് അഭിഭാഷകർക്കൊപ്പമാണ്. സൗമ്യ, അതായത് മോഡലായ ഏറ്റവും ഒടുവിൽ എത്തിയത് മോഡലായ സൗമ്യയാണ്. സൗമ്യ പറഞ്ഞത് തനിക്ക് തസ്ലീമയെ ആദ്യം വ്യക്തമാക്കിയത് 6 മാസത്തെ പരിചയമുള്ളതാണ്. പിന്നീട് അവർ പറഞ്ഞു തനിക്ക് ചെറുതിലെ മുതൽ, കുട്ടിക്കാലം മുതൽ തസ്ലീമയെ അറിയാം എന്നുള്ള വിവരം അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥിരീകരണം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നു. മറ്റ് ലഹരി ഇടപാടുകൾ ഇല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും 3 പേരും അഭിഭാഷകരുമായാണ് ചോദ്യം ചെയ്യലിന് ഇവിടെ എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് ആരംഭിച്ച ആ ഒരു വലിയ ഒരു ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ പുതിയ കണ്ണികളിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ശരി ശരണ്യ, എന്തായാലും ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും മോഡൽ സൗമ്യയും ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുകയാണ്. ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി വാർത്തകൾ ഇതുവരെ വളരെ വേഗത്തിൽ നോക്കാം. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ തൊട്ടടുത്ത സുരക്ഷാ സേന കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 തവണയാണ് സേന ഭീകരരുടെ അടുത്തെത്തിയത്. ഇതിൽ ഒരു സ്ഥലത്ത് വെച്ച് ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും ചെയ്തു. പഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാന് പിന്തുണയുമായി ചൈന. പാകിസ്ഥാന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിക്ക് ചൈനീസ് വിദേശകാര്യമന്ത്രി ഉറപ്പു നൽകി. ഇരുവരും ഫോണിൽ സംസാരിച്ചു. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി നിലച്ചതിനാൽ പാകിസ്ഥാനിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്കുൾപ്പെടെ കടുത്ത മരുന്ന് ക്ഷാമം ഉണ്ടാകുമെന്ന് ആരോഗ്യ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. പ്രതിസന്ധി മുന്നിൽ കണ്ട വലിയ തോതിൽ മരുന്നുകൾ സംഭരിക്കാനുള്ള അടിയന്തര നടപടികൾ തുടങ്ങി. പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച ചർച്ചകൾക്കായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണമെന്ന് ആവശ്യപ്പെടാൻ ഒരുങ്ങി കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും. ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും സർക്കാരിന്റെ തുടർ നടപടികളും ചർച്ച ചെയ്യാനാണ് ഇത്തരത്തിലൊരു ആവശ്യം. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് കത്തയക്കും. മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ കോൺഗ്രസ് സമീപിച്ചിട്ടുണ്ടെന്നും ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള സംയുക്തമായ കത്ത് വൈകാതെ തന്നെ ഇവർ കൈമാറിയേക്കും. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ജാഗ്രത പാലിക്കുകയും തീവ്രവാദികളെയും സാധാരണക്കാരെയും ശ്രദ്ധാപൂർവം വേർതിരിക്കുകയും വേണമെന്ന് ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി. നിരപരാധികളായ ആളുകളെ, പ്രത്യേകിച്ച് ഭീകരതയെ എതിർക്കുന്നവരെ അകറ്റി നിർത്തരുത്. നിരപരാധികളായ ആളുകൾ അതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരാതിരിക്കാൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകണമെന്നും മെഹബൂബ മുഫ്തി. സുപ്രീം കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്ന് സെന്തിൽ ബാലാജിയുടെയും കെ പൊന്മുടിയുടെയും രാജിക്ക് പിന്നാലെ 2 പേർ പുതുതായി തമിഴ്നാട് മന്ത്രിസഭയിലെത്തും. മനോ തങ്കരാജും രാജ കണ്ണപ്പനുമാണ് മന്ത്രിസഭയിലെത്തുന്നത്. ഇന്ന് വൈകിട്ട് 6-ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. കഴിഞ്ഞ 4 വർഷത്തിനിടെ 6ാമത്തെ മന്ത്രിസഭാ പുനഃസംഘടനയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ KM എബ്രഹാമിന്റെ പേരിൽ CBI രജിസ്റ്റർ ചെയ്ത കേസ് ഇന്ന് കോടതി പരിഗണിക്കും. അഴിമതി നിരോധന നിയമപ്രകാരം CBI കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത കേസാണ് CBI പ്രത്യേക കോടതി പരിഗണിക്കുക. പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ചയാളെ കണ്ടെത്താൻ എക്സൈസ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം സംവിധായകരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഫ്ളാറ്റ് ഉടമ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും.
OTT സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒരു ദേശീയ ഉള്ളടക്ക നിയന്ത്രണ അതോറിറ്റി രൂപീകരിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. ജസ്റ്റിസുമാരായ BR ഗവായ്, അഗസ്റ്റിൻ ജോർജ്, മാസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുക. ആൾമാറാട്ടത്തിലൂടെ സിനിമയുടെ കളക്ഷൻ തുക തട്ടിയെടുത്ത വിതരണക്കാരനെതിരെ കേസെടുത്ത പോലീസ്. കൊല്ലം അഞ്ചൽ സ്വദേശി ഷമീമിനെതിരെയാണ് തട്ടിപ്പിന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. കോഴിക്കോട് സംഘം ചേർന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 8 പേർക്കായി അന്വേഷണം ഊർജിതം. കേസിൽ 10 പേരെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സുഹൃത്തിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് വയനാട് സ്വദേശിയായ സൂരജിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തെ ആക്രമിച്ച സംഘം കൊട്ടേഷനായി പോവുകയായിരുന്നുവെന്ന് പോലീസ്. ഒരു വാഹനത്തെ പിന്തുടർന്നു പോകുന്നതിനിടെയാണ് വിവാഹ സംഘത്തിന്റെ വാഹനം മൂലം ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. പിന്തുടർന്ന വാഹനം നഷ്ടമായതിലുള്ള പ്രകോപനമായിരുന്നു കാരണം. വയനാട് സ്വദേശിക്കെതിരെയായിരുന്നു കൊട്ടേഷനെന്നും പോലീസ്. കൊല്ലം ഓയൂരിൽ യുവതിയെ ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി നാളെ. 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായ തുഷാരയാണ് കൊലപ്പെടുത്തിയത്. സ്ത്രീധനത്തിന്റെ പേരിലാണ് കൊലയെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജ് S. സുഭാഷാണ് ശിക്ഷ വിധിക്കുക. പൂയപ്പള്ളി ചരുവിള വീട്ടിൽ ലാലി, മകൻ ചന്തുലാൽ എന്നിവരാണ് പ്രതികൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി വൈകിയേക്കും. ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനോ ഒഴിവാക്കാനോ സാധ്യതയുണ്ടെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നത്. കശ്മീരിലെ 2 മണ്ഡലങ്ങളിലും നിലമ്പൂരിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതും ഉടനുണ്ടാകില്ല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വടക്കൻ ജില്ലകളിൽ മഴ തുടരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. ഇനി 9 മണി വാർത്തയിൽ ശ്രീജ ശ്യാം ചേരും. നമസ്കാരം.